നമസ്കാരം. നമ്മൾ ഇന്ന് നടന്ന WCPയുടെ വുമൺ CPയുടെ ആൻസർ കീ, നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ, PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാലോ നമുക്ക്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ചിട്ട് ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്? ഒന്നാമത്തെ പ്രസ്താവന: 1931 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. 2, P. കൃഷ്ണപിള്ളയും പന്നത്ത് പത്മനാഭൻ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. 3, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. 4, 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന 1931 നവംബർ 12 സത്യാഗ്രഹം ആരംഭിച്ചത്. ശരിയാണോ? തെറ്റായ പ്രസ്താവന അല്ലേ. എന്ന് ആരംഭിക്കുന്നത് 1931 നവംബർ 1 എന്ത് ചെയ്യുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്താ? തെറ്റാണ്. അപ്പോൾ ഒന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. ചില ബിയിൽ ഒന്നുണ്ട്, ഇതിലും ഒന്നുണ്ട്. അപ്പോൾ 1, 2 നമ്മൾ ക്യാൻസൽ ചെയ്തു കേട്ടോ. രണ്ടാമത്തത് P. കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ആണോ? നേതാക്കൾ ആണ്. അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ് അല്ലേ. നമുക്കറിയാം ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായിട്ട് മർദ്ദനമേറ്റ സത്യാഗ്രഹ നേതാവായിരുന്നു ആര്? P. കൃഷ്ണപിള്ള എന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പോൾ എയിലും സിയിലും എന്തുണ്ട്? എവിന് രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ വെക്കാണ്. മൂന്നാമത്തെ പ്രസ്താവന ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. അതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. നാലാമത്തത് 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിക്കുന്നത്. അതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ് അല്ലേ. കാരണം എന്താ? ഗാന്ധിജി ഇടപെട്ടിട്ട് 1932 ഒക്ടോബർ 2 എന്ത് ചെയ്യുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? 2, 3, 4 ശരി എന്നുള്ള ഓപ്ഷനാണ് അല്ലേ വരിക. ഓപ്ഷൻ സി 2, 3, 4 ശരിയാണ് എന്നുള്ള ഓപ്ഷൻ വരും. ഇനി രണ്ടാമത്തെ ചോദ്യം: സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. അവ ചേരുംപടി ചേർക്കുക. രണ്ടാം വട്ടമേശ സമ്മേളനം ഏത് വർഷം? രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931 1931 രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്നത്. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ച വർഷം ഏതായിരുന്നു? രണ്ടാമത്തത് 1939 അല്ലേ. 1939 പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെക്കുന്നത്. മൂന്നാമത്തത് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. നിർത്തിവെച്ച വർഷം 1922 നാലാമത്തത് ബർദോളി സത്യാഗ്രഹം 1928 അല്ലേ. അപ്പോൾ 1 സി ആണ് അല്ലേ. 1 സി വരുന്ന ഏതൊക്കെയാണുള്ളത്? ബിയിലും ഉണ്ട്, അതേപോലെ സിയിലും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വെട്ടിക്കളയാം. രണ്ടാമത്തത് പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ച വർഷം ഏതാ? 1939 2D വരും അല്ലേ. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 സി, 2D, 3A, 4B എന്നുള്ള ആൻസർ വരും. ഇനി മൂന്നാമത്തെ ചോദ്യം: ചുവടെ നൽകിയിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനക്രമത്തിൽ ക്രമീകരിക്കുക. ഒന്നാമത്തത് ലോങ് മാർച്ച് അല്ലേ. ചൈനീസ് ലോങ് മാർച്ച് ഏത് വർഷം നടന്നത്? 1934 രണ്ടാമത്തത് ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം ഏതാ? 1911 പിന്നെ മഹത്തായ സാംസ്കാരിക വിപ്ലവം, ചൈനയിലെ മഹത്തായ സാംസ്കാരിക വിപ്ലവം 1966 1966 ജപ്പാന്റെ ചൈന ആക്രമണം നടന്നത് 1937. അപ്പോൾ ആദ്യം നടന്ന സംഭവം 1911 ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം അല്ലെ. ആദ്യം വരുന്ന സംഭവം 2 ആണ്. അപ്പോൾ 2 വരുന്നത് ഓപ്ഷൻ എയിലും ഡിയിലും ഉണ്ട് അല്ലേ. രണ്ടാമത് നടന്ന സംഭവം ഏതാ? ലോങ് മാർച്ച് 1934 വരണം അല്ലേ. 1934 വരുമ്പോൾ ലോങ് മാർച്ച് വരും. അപ്പോൾ 2, 1 ഏതാ? 2ലും 2, 1 തന്നെയാണ് അല്ലേ. പിന്നെ മൂന്നാമത് വരുന്നത് 37 സംഭവം, അതായത് ജപ്പാന്റെ ചൈന ആക്രമണം വരണം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നാലാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനയാണ് അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1, 1944 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. 2, 1946 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളുണ്ടായിരുന്നു.
മൂന്നാമത്തെ പ്രസ്താവന 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു. 4 മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. ഒന്നാമത്തത് ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം 1944 ആണോ? എപ്പോഴാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുന്നത്? 42-ലാണ്. അപ്പോൾ അത് തെറ്റാണ്. രണ്ടാമത്തത് 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിലെ 3 അംഗങ്ങളുണ്ടായിരുന്നു. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു. ശരിയാണോ? തെറ്റാണ് അല്ലേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയത് തന്നെ ആരാ? നൽകുന്ന സമയത്ത് ബ്രിട്ടൻ ഭരിച്ചത് ലേബർ പാർട്ടിയാണ്. അപ്പോൾ അത് തെറ്റാണ്. നാലാമത്തത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതിക്ക് തയ്യാറാക്കിയത്. അതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതൊക്കെയാ? 2ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കിയിട്ട് ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക. 1 കാൺപൂർ നാനാ സാഹിബ്. അങ്ങനെയാണെങ്കിൽ ആരയിൽ കൻവർ സിംഗ് അല്ലെ. കൻവർ സിംഗ് വരും ഇവിടെ കൻവർ സിംഗ് വരും. പിന്നെ ഡൽഹിയിൽ ബഹദൂർ ഷാ ആണെങ്കിൽ ബി. പറൌട്ട് പർഗാനയിൽ ഷാമലാണ് അല്ലെ. ഷാമലാണ്. അപ്പം അങ്ങനെ വരുന്ന ഓപ്ഷൻ കൻവർ സിംഗും ഷാമലും വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി വരും അല്ലെ. കൻവർ സിംഗും ഷാമലും വരുന്നത്. ഇനി ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവനയാണെങ്കിൽ പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്? തെറ്റാണ് കണ്ടെത്തേണ്ടത്. 1946 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. ശരിയാണോ? തെറ്റാണല്ലേ. 1948 ഡിസംബർ 10 എന്ത് ചെയ്യുന്നത്? പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ എന്താണ്? ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. 2 ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. ശരിയാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. തെറ്റാണ്. എവിടെയാ? ജനീവയാണ് അല്ലെ. അപ്പോൾ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാ? 1ഉം 3ഉമാണ്. ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ്. ഏഴാമത്തെ ചോദ്യം, കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്? ഏതാ? ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നു അല്ലേ. ഇനി എട്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏതൊക്കെയാണ്? ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏതൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. ഒൻപതാമത്തെ ചോദ്യം, ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? നിലവിൽ ഇന്ദിരാ കനാലെന്നും നിലവിൽ വരുന്ന സമയത്ത് അത് രാജസ്ഥാൻ കനാലും എന്നായിരുന്നു അറിയപ്പെട്ടല്ലേ. ഏതിലായിരുന്നു അത്? നമ്മുടെ സത്ലജ് നദിയിലായിരുന്നു അല്ലേ. ഓപ്ഷൻ ഡി സത്ലജ് നദിയിലാണ്. പത്താമത്തെ ചോദ്യം, പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? പളനി മലകളിൽ ഏതാ? നമുക്കറിയാം ആനമല, ഏലമല, പളനിമല അല്ലേ. വടക്ക് ഭാഗത്താണ് ഇത് ആനമലയുള്ളത്, നടുക്കായിട്ട് ഏലമല, പിന്നെ പളനിമല തെക്ക് ഭാഗത്തായിട്ട്. അപ്പോൾ ഏതായിരിക്കും? കൊടൈക്കനാലാണ് വരുന്നത്. ഇനി 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാ? ലക്ഷദ്വീപാണ് അല്ലെ. ലക്ഷദ്വീപാണ്. 12ാമത്തെ ചോദ്യം, 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്രയാ? 107 ആണ്. 107 ആണ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചുവടെ നൽകിയിരിക്കയിൽ നിന്ന് ശരിയായ പ്രസ്താവന കേട്ടോ. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തത്, ഇന്ത്യയുടെ GDP നിരക്ക് വർദ്ധിച്ചു. ശരിയാണ്. 2 വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു. അതും എന്താണ്? ശരിയാണ്. കൃഷിയിൽ പുരോഗതി ഉണ്ടായി. തെറ്റാണ്. 4ാമത്തത്, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. അപ്പോൾ എന്താണ്? 1ഉം 2ഉം 3ഉമാണ് ഇതിൽ 1ഉം 2ഉം 4ഉമാണ് ഇതിൽ ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ ഓപ്ഷൻ 1, 2, 4 ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 4ഉം ശരിയാണ്. ഇനി 14ാമത്തെ ചോദ്യം, താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്ന് യോജിക്കാത്തത് കണ്ടെത്തുക. അതായത് തെറ്റായത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ, ലോക വ്യാപാര സംഘടന എവിടെയാ? ജനീവ. ലോക വ്യാപാര സംഘടന എവിടെയാണ്? WTO ജനീവ. ശരിയാണ്. ലോക ബാങ്ക് വാഷിംഗ്ടൺ. ശരിയാണ്. അന്താരാഷ്ട്ര നാണയനിധി വാഷിംഗ്ടൺ. ശരിയാണ്. ഏഷ്യൻ വികസന ബാങ്ക് ബീജിംഗ് അല്ല. എവിടെയാ? ഫിലിപ്പീൻസിലെ മനിലയാണ് അല്ലേ. അപ്പോൾ തെറ്റേതാ? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇനി 15ാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? നരേന്ദ്ര മോദിയാണ് അല്ലേ. നരേന്ദ്ര മോദിയാണ്. ഇനി 16ാമത്തെ ചോദ്യം,
കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പീച്ചിയാണ്. ഓപ്ഷൻ സി പീച്ചിയാണ്. 17ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത്, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ശരിയാണ്. 2, ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ശരിയാണ്. 3, ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയുള്ള ആശ്രയത്വം കുറയുകയാണ് ചെയ്തത്. 4, ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നുണ്ട്. അതും എന്താണ്? ശരിയായ പ്രസ്താവന. അപ്പോൾ 4 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. 18ാമത്തെ ചോദ്യം, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാ? 1950 മാർച്ച് 15-നാണ്. 19ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. തെറ്റാണ് അല്ലേ? അപ്പോൾ ഇവിടെ ശരിയായത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ എന്താ തെറ്റ്? 46 ഡിസംബർ 9-നാണ് പ്രഥമ സമ്മേളനം നടന്നത്. എന്താണ്? ശരിയായ പ്രസ്താവനയാണ് അല്ലേ? ശരിയാണ് പറഞ്ഞല്ലേ. അപ്പോൾ 46 ഡിസംബർ 9-നാണ് എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ പ്രഥമ സമ്മേളനം നടക്കുന്നത്. ശരിയാണ്. രണ്ടാമത്തത്, സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാ അംഗങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തതല്ല. അത് തെറ്റായ പ്രസ്താവനയാണ്. മൂന്നാമത്തത്, സമിതി രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്. അതും എന്താണ്? ശരിയായ പ്രസ്താവന. ഏതൊക്കെയാണ് ശരിയുള്ളത്? 1ഉം 3ഉം ആണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ ബി ആവുക. 1ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവന. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നിരുന്ന 1946 ഡിസംബർ 9 തന്നെ കേട്ടോ. ഇനി 20ാമത്തെ ചോദ്യം, കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായിട്ട് നിലവിൽ വന്ന കമ്മീഷൻ ഏതാ? സംസ്ഥാന ലോകായുക്തയാണ്. ഓപ്ഷൻ ബി സംസ്ഥാന ലോകായുക്തയാണ്. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1, ഒരു വ്യക്തിയെയും ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തത്, ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല. അതും ശരിയാണ്. 3, ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാനും പാടില്ല. 3 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 22ാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ നവകേരള കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി ഏതാ? നവകേരള സദസ് അല്ലേ? നമുക്കറിയാം, ഇപ്പം അടുത്ത് വന്നൊരു സംഭവം അല്ലേ. 23, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ഒന്നാമത്തത്, ഓരോ നിയോജക മണ്ഡലവും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. ശരിയാണ്. രണ്ടാമത്തത്, ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. ശരിയാണ്. മൂന്നാമത്തത്, വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകാൻ സാധിക്കും. അതെന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. മൂന്നാമത്തെ, കാരണം നമുക്കറിയാമല്ലോ, രാജ്യസഭയിലേക്ക് പോകുന്ന ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നേരിട്ട് വോട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ലേ. നമ്മൾ ചെയ്ത വോട്ട് ആർക്കാണോ, നമ്മൾ ചെയ്ത് തിരഞ്ഞെടുത്ത MLA-മാരുണ്ടാവും അല്ലേ, അവരാണ് എന്ത് ചെയ്യുന്നത്? രാജ്യസഭയിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ എന്തല്ല, നേരിട്ടിട്ട് എന്ത് ചെയ്യുന്നില്ല? സ്ഥാനാർത്ഥികൾക്കൊന്നും വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഏതാ വരിക? ഇതിൽ 1ഉം 2ഉം ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് എന്നുള്ള ഓപ്ഷൻ വരണം അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആവില്ല. പ്രസ്താവന 3 തെറ്റാണ് എന്നുള്ളതാണ് വരുന്നത്. ഇനി 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്തായിരുന്നു? കർത്തവ്യ പത്ത് എന്നായിരുന്നു അല്ലേ. 25ാമത്തെ ചോദ്യം, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ചിട്ട് ഉത്തരം എഴുതുക. 1, മന്ത്രിസഭയുടെ വലിപ്പവും മന്ത്രിമാരുടെ വകുപ്പുകളും വിഭജിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. വിജയിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. തെറ്റാണ്. വിഭജിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. 2, പ്രധാനമന്ത്രിയുടെ രാജിയോ മരണമോ സംഭവിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിട്ടതായിട്ട് കണക്കാക്കും. 3, ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു ലോക്സഭാ അംഗത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ.
ഇതെന്താണ്? ഇത് തെറ്റായ പ്രസ്താവന. എന്തുകൊണ്ടായിരുന്നത്? ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു ലോക്സഭാ അംഗത്തിന് മാത്രമേ എന്ന് പറയാൻ പറ്റുമോ? കാരണം നമുക്കറിയാം നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നമ്മുടെ മൻമോഹൻ സിംഗ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? ലോക്സഭയിൽ അംഗമേ ആയിട്ടില്ല. അദ്ദേഹം എന്താ ചെയ്തത്? രാജ്യസഭയിൽ അംഗമായിട്ടാണ് എന്ത് ചെയ്തത്? പ്രധാനമന്ത്രിയായത്. അപ്പോൾ ലോക്സഭാ അംഗത്തിന് മാത്രമേ എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ എന്താ ഇതിലൊരു മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് പ്രസ്താവന 3 തെറ്റാണ്. 26ാമത്തെ ചോദ്യം, കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താ? നിരാമയ പദ്ധതിയാണ് അല്ലെ. ഓപ്ഷൻ ഡി നിരാമയ പദ്ധതി. 27ാമത്തെ ചോദ്യം, തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അതായത് CAGയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. തെറ്റാണ് വേണ്ടത്. 1. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തത്, സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർക്കാണ്. അതും ശരിയാണ്. മൂന്നാമത്തത്, പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കിയിട്ട് ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കാൻ കഴിയും. ഇതെന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാട്ടോ. അപ്പോൾ പ്രസ്താവന 3 എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ എ ആണ് തെറ്റാണ് എന്നുള്ളതാണ്. പ്രസ്താവന 3ാമത്തത് തെറ്റ് എന്നുള്ളതാണ്. 28ാമത്തെ ചോദ്യം, സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച 2013 സെപ്റ്റംബറിൽ വിജയകരമായിട്ട് വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ഇതിൽ 2013 എന്നുള്ളത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. ഉദ്ദേശിച്ചത് 2023 ആയിരിക്കും. ആദ്യത്തെ L1 ആണ് ഇതിൽ ആൻസറായിട്ട് വരിക. 29 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. ഒന്നാമത്തത്, ത്രിതല പഞ്ചായത്ത് നിലവിൽ വന്നു. രണ്ടാമത്തത്, 1/3 കുറയാത്ത അതായത് 33% സംവരണം സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തിയാണ് 11ാം പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് 3 എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 30ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാ? കൺകറന്റിലെ വനമുണ്ട്, തൊഴിലാളി സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസം. ഏതാ വരിക? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. 31 ഇന്ത്യ ഗവൺമെന്റ് മുഖ്യ നിയമ ഉപദേശകൻ ആരാ? നമുക്കറിയാം അറ്റോർണി ജനറൽ അല്ലെ. ഓപ്ഷൻ ഡി അറ്റോർണി ജനറൽ ആണ്. 32 മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീന് ഏതാ? ഡിസ്ട്രോഫിൻ ആണ്. ഓപ്ഷൻ ഡി ഡിസ്ട്രോഫിൻ ആണ്. 33 ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതം? നമുക്കറിയാം പോളിയോ ബാധിക്കുന്നത് അസ്ഥികൾക്ക് അല്ലെ. അപ്പോൾ ഓപ്ഷൻ സി ആണ് വൈറ്റമിൻ ഡി ആണ്. 34 വൈഡൽ ടെസ്റ്റ്. വൈഡൽ എന്തിനുള്ളതാ? വൈഡൽ ടെസ്റ്റ് നമുക്കറിയാം നമ്മുടെ ടൈഫോയിഡ് അല്ലേ. ടൈഫോയിഡ് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് ഇത് വൈഡൽ ടെസ്റ്റ്. അപ്പോൾ ഇതായിരിക്കും സാൽമോണല്ല ടൈഫി ആണ്. 35 ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹവാതകങ്ങൾ ഏതൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡ്, CFC, നൈട്രജൻ വരുന്ന ഓപ്ഷൻ എ ആണ് വരുന്നത്. 36 പരമ്പരാഗത നെല്ലിനങ്ങളുടെ സംരക്ഷണയിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആരാണ്? ഓപ്ഷൻ ഡി സത്യനാരായണ ബേളേരിയാണ്. 37 ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലൂടെയാണ്? ഏതാ ഗരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി അലൂമിനിയമാണ്. ഇനി 38 ലാസിക് സർജറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാ? UV ആട്ടോ, അൾട്രാ വയലറ്റ് ആണ്. 39 ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയായിരിക്കും? ധ്രുവ പ്രദേശങ്ങളിൽ അല്ലെ. ഓപ്ഷൻ ബി ധ്രുവ പ്രദേശങ്ങളിലാണ്. 41ാമത്തെ ചോദ്യം, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങളെ പറയുന്നത് എന്താ? ഐസോബാറുകളാണ് അല്ലേ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസുമാണെങ്കിൽ അത് ഐസോടോപ്പും, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമാണെങ്കിൽ അത് ഐസോബാറുമാണ്. 42ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? നൈട്രജൻ അല്ലേ. ഓപ്ഷൻ സി നൈട്രജൻ ആണ്. 43ാമത്തെ ചോദ്യം, ലൂയിസ് ക്ഷാരത്തിന് ഉദാഹരണം അതായത് ലൂയിസ് ആസിഡിന് ഉദാഹരണം ഏതാ? ലൂയിസ് ആസിഡിന് ഉദാഹരണം NH3 ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് വരുന്നത്.
44ാമത്തെ ചോദ്യം, ടൈറ്റാനിയം ഓക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? ടൈറ്റാനിയം ഏതാ? ഇൽമനൈറ്റ്. 45, ഭൈരവിക്കോലം ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? പടയണിയാണ്. ഓപ്ഷൻ ഡി പടയണിയാണ്. 46, കിളിക്കാലം ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ആരാ? വയനാടിൻ്റെ കഥാകാരിയായിട്ടുള്ള പി വത്സലയാണ്. 47, വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം എത്രയാ? 7 പേരാണ്. 48ാമത്തെ ചോദ്യം, ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായിട്ടുള്ള ശരചന്ദ്രിക എഴുതിയതാരാണ്? ആരാ ശരചന്ദ്രിക? പരവൂർ കേശവൻ ആശാനാണ്. ഓപ്ഷൻ എ പരവൂർ കേശവൻ ആശാൻ. 49, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് ആരാ? വി ശിനിലാലാണ്. ഓപ്ഷൻ സി വി ശിനിലാലാണ്. 50ാമത്തെ ചോദ്യം, മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരായിരുന്നു? റോജിൻ തോമസ് ആണ് കേട്ടോ. റോജിൻ തോമസ്. ഓപ്ഷൻ ഡി റോജിൻ തോമസ്. ഇത്രയാണ് നമ്മുടെ GK പാർട്ടിൽ ഉണ്ടായിരുന്നത്. ഇനി വരുന്നത് മാത്സ് ആണ്. മാത്സിൻ്റെ ആൻസർ മാത്രം പറഞ്ഞിട്ട് പോവാം. 51ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്തൂപിക സംഖ്യകൾ. 52, ഓപ്ഷൻ ഡി 104. 53ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 15 ദിവസം. 54ാമത്തെ ചോദ്യം, 54ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 4 ആണ്. 55ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 8ഉം 5ഉം. 56ൻ്റെത് ഓപ്ഷൻ എ 34.98 വരും അല്ലേ? 98. 57 ഓപ്ഷൻ സി ആണ്, 2√2 പൈ സെൻറ്റിമീറ്റർ. 58ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 58 ഓപ്ഷൻ എ. 59ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അളിയനാണ് കേട്ടോ. ഓപ്ഷൻ ബി അളിയനാണ്. 60 വിട്ടുപോയ സംഖ്യ ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു. 60ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 87 ആണ്. ഇനി ഇംഗ്ലീഷ് ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഈഫ് ക്ലോസ് നമുക്കറിയാം. ഏതാ ഈഫ് ക്ലോസ് വന്നാൽ? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം അല്ലേ? ഇഫ് യു സ്റ്റഡിഡ് വെൽ ആണെങ്കിൽ യു വുഡ് പാസ് ദി എക്സാം. ഇഫ് യു ഹാഡ് സ്റ്റഡിഡ് വന്നാൽ യു വുഡ് ഹാവ് കാരണം അല്ലേ? യു വുഡ് ഹാവ് കാരണം ഓപ്ഷൻ എ ആണ് വരുന്നത്. വുഡ് ഹാവ് മെറ്റ് ദം. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഇനി 62 കൊളീജിൻ്റെ സ്പെല്ലിംഗ് എന്താ? ഓപ്ഷൻ സി ആണ്. 63 ഓപ്ഷൻ ബി കോൾ ഓഫ് അല്ലേ? ക്യാൻസൽ വരും അല്ലേ? ഓപ്ഷൻ ബി ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ വരും. ഇനി 64ൻ്റെ ആൻസർ അല്ലേ? യൂഷ്വലി ഗോസ് അല്ലേ? ഓപ്ഷൻ സി അല്ലേ വരിക? ഗോസ് വരും. ഓപ്ഷൻ സി ഗോസ് വരും യൂഷ്വലി വന്നുകൊണ്ട്. പിന്നെ 65ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഈസ് ആണ്. 66 അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് ഏതാ? ഓപ്ഷൻ ബി ആണ്. 67 അല്ലേ? someone has asked John to make a speech at the meeting. ഏതാ? ഹാസ് ബീൻ വരണ്ടേ? ഹാസ് ബീൻ വരണം അല്ലേ? ഓപ്ഷൻ സി ആണല്ലേ? ഓപ്ഷൻ സി വരും കേട്ടോ, ഹാസ് ബീൻ വരുന്നത്. 68 പിക്ക് ഔട്ട് ദി വേർഡ് ഫ്രം ടോപ്പിനിയം ദി മീൻസ് ടു സ്വിയർ ഫാൾസ്ലി. ഏതാ വരിക? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. 69ൻ്റെ ആൻസർ ഓപ്ഷൻ ലെറ്റ് വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ ഷാൾ ഉപയോഗിക്കണം. ഓപ്ഷൻ ഡി ആണ്. ലെറ്റ് വന്ന ഷാൾ ഓപ്ഷൻ ഡി വരും. 70 വിച്ച് ആം ദി ഫോളോയിങ് സിനോണിം ഓഫ് ദി വേർഡ് പെൻസീവിൻ്റെ ഏതാ വരിക? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ഇനി 71 മലയാളമാണ്. കയ്യെഴുത്ത് എങ്ങനെ എഴുതുക? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ കയ്യെഴുത്ത്. നെൽ പ്ലസ് മണി അല്ലേ? നെൽ പ്ലസ് മണി ഓപ്ഷൻ ബി ആ വരിക. നെല്ല് പ്ലസ് മണി. 73 വ്യാകരണം അറിയുന്നവന് നമ്മൾ വൈയാകരൻ. ഓപ്ഷൻ എ വൈയാകരൻ. ചിലർ എന്ന പദം എന്താ? അലിംഗം അല്ലേ? ലിംഗമില്ലാത്തത്. ഓപ്ഷൻ സി ആണ് അലിംഗ ബഹുവചനം. ഇനി പല്ലവപുടം എങ്ങനെ വിഗ്രഹിച്ച് എഴുതിയാൽ ഏതാ? പല്ലവത്തിൻ്റെ പുടമാണ്. ഓപ്ഷൻ ഡി പല്ലവത്തിൻ്റെ പുടം. 76 സമാനപദം. മഞ്ഞെന്താ? പ്രാലേയം അല്ലേ? എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓപ്ഷൻ ബി. ഇനി മാന് എന്ന് പറഞ്ഞാൽ എന്താ? ഏണമാണ് അല്ലേ? മാന് ഏണമാണ്. ചേർത്ത് എഴുതാൻ വേണ്ടി ച അധികം ഒന്നു എന്താ? ചായുന്നു. ച അധികം ഒന്നു ചായുന്നു എന്ന് വരും. ശരിക്ക് ചായുന്നു എന്നാണ് ആൻസർ വരേണ്ടത്. പക്ഷേ ഇവിടെ PSC പ്രൊഫഷണൽ വന്നിരിക്കുന്നത് ചാകുന്നു എന്നാട്ടോ. ഇനി 79 ശരിയായ വാക്യം എഴുതാൻ വേണ്ടിയിട്ടാണ്.
നമുക്കൊക്കെ പഠിക്കാനുള്ളതാണ്. നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി എന്നുള്ളതാണ്. ഇനി 80ാമത്തെ ചോദ്യം സുപ്രസിദ്ധം. ഏതാ? സുപ്രസിദ്ധിൻ്റെ കുപ്രസിദ്ധം അല്ലേ? സുപ്രസിദ്ധം കുപ്രസിദ്ധം. ഇനി സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ നോക്കാം. 81 ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 82 ഓപ്ഷൻ ബി ആണ്, കുറ്റകരമായ നരഹത്യ. 83 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, മേൽ പറഞ്ഞ വാക്യങ്ങൾ 1, 2 ശരിയാണ്. 83 പറഞ്ഞു. ഇനി 84ാമത്തെ ചോദ്യം. 84 ആൻസർ ഓപ്ഷൻ എ ആണ്. 85 ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ എ ബി സി എന്നത്. 86 ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം എന്താണ് ശരിയാണ് എന്നുള്ളതാണ്. 87ാമത്തെ ചോദ്യം വിവരാവകാശത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അത് പറയുന്നത് 87 ആൻസർ സെക്ഷൻ 2K ഓപ്ഷൻ എ ആണ്, 2K ആണ്. 88 പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ലഭിക്കേണ്ട അവകാശങ്ങൾ താഴെ കൊടുത്തതിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ്. സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക എന്നുള്ളത് തെറ്റാണ്. 89 ക്രിമിനൽ പ്രൊസീജിയർ CRPC 1973 പ്രകാരം വാറന്റ് അറസ്റ്റില്ലാതെ ചെയ്യാവുന്ന കുറ്റമാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഒരു ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി 90 0 FIRനെ കുറിച്ച് തെറ്റായ ഓപ്ഷൻ ഏതാണ്? 0 FIRനെ കുറിച്ചിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മുകളിൽ പറഞ്ഞ എല്ലാ ഓപ്ഷനും ശരിയാണ് എന്നുള്ളതാണ്. 91 CRPCയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഓപ്ഷൻ ബി മജിസ്ട്രേറ്റ്. 92 ആൻസർ വരുന്നത് സെക്ഷൻ 32. സെക്ഷൻ 32 ആണ്. 93ാമത്തെ ചോദ്യം. 93 ആൻസർ വരുന്നത് വാക്യം 2 മാത്രം ശരിയാണ് എന്നുള്ളതാണ്. 94ാമത്തെ ചോദ്യം. KP ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് 94 ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 95 ആൻസർ വരുന്നത് 95 ഓപ്ഷൻ സി ആട്ടോ വരുന്നത്. ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ എ ആൻഡ് ബി എന്നുള്ളത്. 96 വരുന്നത് ഓപ്ഷൻ ബി 6 വർഷം. 97 ആൻസർ വരുന്നത് ഓപ്ഷൻ സി 16. 98 ആൻസർ ഓപ്ഷൻ എ ആണ്, 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെതിരെ മാത്രമേ കുറ്റമാവുകയുള്ളൂ എന്നുള്ളത്. 99 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 67A ആണ്. 100 ആൻസർ ഓപ്ഷൻ സെക്ഷൻ 43. ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 43.